കൂട്ടുകാരി സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിൽ അടുത്ത് തന്നെ പൊരിഞ്ഞ യുദ്ധം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം കൃഷ്ണമംഗലത്താർ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അച്യുതനെ നമ്മുടെ ബാലൻ തല്ലി എന്നുള്ളൊരു കാര്യം. ഇത് അവിടെ അറിയുമ്പോൾ നമ്മുടെ ബാലനുമായിട്ട് നമ്മുടെ കൃഷ്ണമംഗലംകാർ വീണ്ടും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തന്നെയാട്ടോ സാധ്യത. അപ്പൊ നമ്മുടെ ബാലൻ കുറേയൊക്കെ ഇങ്ങനെ കരുതിയിരിക്കണമെന്ന് നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട്. അപ്പൊ ഗോമതിക്ക് ആകെ പേടി നമ്മുടെ ആര്യനും ഇത്രയും അവിടെ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ ഇവർ ആക്രമിക്കോ എന്നുള്ളൊരു പേടിയൊക്കെ നമ്മുടെ ഗോമതിക്കുണ്ട്. അപ്പൊ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ആര്യനെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബാലൻ അവിടെ എന്നാൽ അതൊട്ട് സമ്മതിക്കുന്നില്ലതാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആര്യനാണെങ്കിൽ നമ്മുടെ ബാലനെ കുറിച്ച് ഓർത്ത് ഭയങ്കര പേടിയും സ്വപ്നം കാണലും കാര്യങ്ങളൊക്കെയാണ്. രാത്രി സ്വപ്നം കണ്ട് അച്ഛാന്നൊക്കെ ഞെട്ടി വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മിത്ര ഓടി വരികയും ചെയ്യുന്ന ഒരു രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെ ആ ഒരു കോളേജ് ഡേയിലെ സാരി ഉടുക്കലുണ്ടായിരുന്നല്ലോ. അതിനുവേണ്ടി നമ്മുടെ ആര്യൻ സാരിയൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ സാരി ഉടുക്കാൻ അറിയത്തില്ല താനും. അപ്പൊ നമ്മുടെ മീനാക്ഷി ചേച്ചിയെ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മുടെ എന്താ പറയാ മിത്ര ഇങ്ങനെ സാരി ഉടുക്കാൻ പഠിക്കുക. അപ്പൊ ഗോമതി വീഡിയോ കോളിലൂടെ സാരി കൊടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ മിത്രയ്ക്ക് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. മിത്ര എത്ര ഉടുത്തിട്ടും ശരിയാകുന്നില്ല. അപ്പൊ നമ്മുടെ മീനാക്ഷി അതിനിടയിൽ കയറി പറയുന്നുണ്ട് ആര്യനോട് ഉടുപ്പിച്ച് തരാണ്. അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മുടെ കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ ഇനി കൊടും യുദ്ധം വരാൻ പോകുന്നു. അതിനിടയിൽ നമ്മുടെ ആ ഒരു യുദ്ധം നമ്മുടെ ആര്യനെയും ഇത്രയും എങ്ങനെയൊക്കെ ബാധിക്കും എന്നൊക്കെ തന്നെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടത്. ഈ ഒരു യുദ്ധത്തിന് ശേഷം നമ്മുടെ അച്ഛനും മകനും വീണ്ടും ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.